നമസ്കാരം മാഡം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുലയൂട്ടലിന്റെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ആ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഇനി 6 മാസം വരെ നമ്മൾ മുലപ്പാല് മാത്രം കൊടുക്കണമെന്ന് പറയുന്നു. ഇനി 6 മാസം മുതൽ ഏകദേശം ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞിന് നമുക്ക് ഏതൊക്കെ ആഹാരമാണ് കൊടുക്കേണ്ടത്? ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു മേഖലയാണിത്. എന്ത് കൊടുക്കണം? കട്ടിയാഹാരം കൊടുക്കാമോ? കട്ടിയാഹാരം കൊടുക്കാൻ പാടില്ലയോ? പശുവിന്റെ പാൽ കൊടുക്കാമോ? മുട്ട എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഒരുപാട് ചോദ്യങ്ങളാണ്. ഈ 6 മാസം പൂർത്തിയായ ഒരു കുഞ്ഞിന് എന്തൊക്കെ തരത്തിലുള്ള ആഹാരങ്ങളാണ് നൽകി തുടങ്ങേണ്ടത്? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാനുണ്ട്. മുലപ്പാൽ നമ്മൾ കൊടുക്കാതിരിക്കരുത്. 2 വയസ്സ് വരെ മറ്റ് ആഹാരങ്ങളോടൊപ്പം മുലപ്പാലും കുഞ്ഞിന് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് മുലപ്പാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക തന്നെ വേണം. 6 മാസം മുതൽ നമ്മൾ പറയുന്നത് ഈ മുലപ്പാല് കുഞ്ഞിന് തികയില്ല. കാരണം കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വളരുന്ന കുഞ്ഞിന് മുലപ്പാലിനോടൊപ്പം നമ്മൾ കൊടുക്കുന്നതാണ് കോംപ്ലിമെന്ററി ഫീഡിങ്. കോംപ്ലിമെന്ററി ഫീഡിങ് എന്ന വാക്കിനർത്ഥം തന്നെ മുലപ്പാലിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുലപ്പാലിനോടൊപ്പമാണ് നമ്മൾ ഈ ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങേണ്ടത്. തുടക്കത്തിൽ നമുക്ക് നമ്മളുടെ ഒരു കൾച്ചറലി അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മളുടെ കേരളത്തിൽ സാധാരണ കൊടുക്കുന്നത് ഏത്തയ്ക്കാപ്പൊടി അല്ലെങ്കിൽ കൂവരകാണ്. അപ്പോൾ കൂവരക് വെച്ച് നമുക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ കൂവരക പൊടിയിൽ നമ്മൾ സാധാരണ പറയും പഞ്ചസാരയെക്കാട്ടിലും നമ്മൾ ശർക്കര അല്ലെങ്കിൽ പനം കൽക്കണ്ട് ചേർക്കുക എന്നുള്ളതാണ്. കാരണം അതിൽ കുറച്ചും കൂടി ഒരു അയൺ കണ്ടന്റും ഇരുമ്പിൻ്റെ അംശം, സിങ്കിൻ്റെ അംശം, അങ്ങനെയുള്ള കുറച്ച് ധാതു ലവണങ്ങളൊക്കെ കുറച്ചുകൂടി ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടി വൃത്തിയാക്കിയ, അതായത് കുറച്ച് അരിച്ചൊക്കെ എടുത്ത ശർക്കര, അങ്ങനെ നമ്മൾ ശർക്കര ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ വെള്ളത്തിൽ കാച്ചുന്നത്, കാരണം വെള്ളത്തിൽ കാച്ചുമ്പോൾ രുചി കുറവായിരിക്കും, പിന്നെ പോഷക ഗുണവും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ 6 മാസം മുതൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ലേശം പശുമ്പാൽ ഒഴിക്കുന്നതിന് തെറ്റില്ല കുറുക്കുണ്ടാക്കുമ്പോൾ. അല്ലെങ്കിൽ പാൽപ്പൊടി 2 സ്പൂൺ പാൽപ്പൊടി ഇട്ട് കുറുക്കുണ്ടാക്കുന്നതിൽ തെറ്റില്ല. കുറുക്കെന്ന് പറയുമ്പോൾ അത് കുറുകി തന്നെ ഇരിക്കണം, വെള്ളം പോലെ ആകരുത്. നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും കപ്പിലും സ്പൂണിലും, വൃത്തിയുള്ള സ്റ്റീൽ കപ്പിലും സ്പൂൺ, നന്നായി കഴുകിയ കപ്പിലും സ്പൂണിലും ആകണം നമ്മൾ കൊടുക്കുന്നത്. ആ കൊടുക്കുമ്പോൾ അത് ഒഴുകി പോകാൻ പാടില്ല. ആ രീതിയിൽ നല്ല കുറുക്ക് പോലെ കുറുകിയിരിക്കണം. അങ്ങനെ നമുക്ക് തുടക്കത്തിൽ 2 സ്പൂൺ രാവിലെ, 2 സ്പൂൺ വൈകുന്നേരം. വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരുപാട് രാത്രിയല്ല, ഒരു വൈകുന്നേരം ഒരു 5 മണി, ആ ഒരു സമയം. കാരണം കുഞ്ഞിന് എന്തെങ്കിലും വയറിനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്കൊരു ആശുപത്രിയിലൊക്കെ പോകാനുള്ള ഒരു സമയം കിട്ടണം. അതുകൊണ്ട് തന്നെ ഒരു 5 മണി സമയത്ത് അങ്ങനെ 2 സ്പൂൺ രാവിലെ, 2 സ്പൂൺ വൈകിട്ട്, പിന്നെ 3 സ്പൂൺ രാവിലെ, 3 സ്പൂൺ വൈകിട്ട്. കുട്ടി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസം കഴിയുമ്പോൾ നമുക്ക് അടുത്ത ആഹാരം, ഇപ്പോൾ കൂരമാണ് കൊടുത്തു തുടങ്ങിയതെങ്കിൽ ഏത്തയ്ക്കാപ്പൊടി, അങ്ങനെ കുറുക്കുണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഒരു 4 ദിവസം കൂടുമ്പോൾ പുതിയ ആഹാരം നമുക്ക് കൊടുത്തു തുടങ്ങാം. അങ്ങനെ നമ്മൾ ഒരു 6-6.5 മാസം ആകുമ്പോഴേക്കും നമുക്ക് 2 ഇതുള്ള, അതായത് ഇഡലിയിൽ അരിയുമുണ്ട്, ഉഴുന്നുമുണ്ട്, പിന്നെ ഇച്ചിരി ഒരു എരിവില്ലാതെ ഇച്ചിരി സാമ്പാറോ ഇച്ചിരി വെള്ളരിക്കയോ ഒക്കെ അതിൽ തന്നെ നമുക്ക് നല്ലതുപോലെ കൈ കൊണ്ട് ഉടച്ചുടച്ച് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ആ രീതിയിൽ നമ്മൾ കുറുക്ക് ഒരു 7 മാസം ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു തടിപ്പൊക്കെ ഉള്ള, അതായത് നമ്മളിപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങിയോ നേന്ത്രക്കായ പുഴുങ്ങി ഉടച്ചു കഴിഞ്ഞാൽ കൈ കൊണ്ട് ഉടച്ചാൽ അവിടെ ഇവിടെ ചില തടിപ്പുകൾ കാണുമല്ലോ, അതുപോലെ തടിപ്പുള്ള രീതിയിൽ നമ്മൾ കൈ കൊണ്ട് ഉടച്ച് കൊടുക്കുക. കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടിക്ക് കുഞ്ഞു പല്ലുകൾ കാണും, അത് വെച്ച് കുഞ്ഞ് പതുക്കെ ചവച്ച് അപ്പൊ കുഞ്ഞ് ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒക്കെ പഠിക്കുന്നത് പോലെ ഭക്ഷണം ചവച്ച് അരച്ച് കഴിക്കാനും കുഞ്ഞ് പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ മിക്സിയിലടിച്ച് നമ്മൾ കൊടുത്താൽ കുഞ്ഞിത് പഠിക്കുകയില്ല. നമ്മളുടെ കൈ കൊണ്ട് തന്നെ ഉടച്ച് നമ്മളുടെ കൈക്കാകുമ്പോൾ അറിയാം കുഞ്ഞിന്റെ പ്രായം, അതനുസരിച്ച് നമ്മൾ ആ ഉടയ്ക്കുന്നതിന്റെ തോത് കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ ഒരു 7 മാസം ആകുമ്പോഴേക്കും നമുക്ക് എല്ലാ ഭക്ഷണവും കൊടുക്കാം. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മുട്ട കൊടുക്കാം, മുട്ടയുടെ വെള്ളയും കൊടുക്കാം, മഞ്ഞയും കൊടുക്കാം. പിന്നെ ഇറച്ചി മീനൊക്കെ ലേശം നമുക്കിപ്പം സൂപ്പ് പോലെ ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ചിക്കന്റെ ഫൈബർ നല്ലതുപോലെ ചോറിൽ അരച്ചു കൊടുക്കാം. അതെല്ലാം നമുക്ക് കൊടുക്കാം. എല്ലാം കൈകൊണ്ട് ഉടച്ച് കൊടുക്കാവുന്നതാണ്. ഫിഷ് എല്ലാം കൈകൊണ്ട് ഉടച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാകുന്ന അയൺ ആൻഡ് ഫോളിക് ആസിഡിന്റെ സിറപ്പുണ്ട്, പിന്നെ വൈറ്റമിൻ ഡിയുടെ തുള്ളിമരുന്നുണ്ട്. അതെല്ലാം നമ്മൾ കൃത്യസമയങ്ങളിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപ്പ് ആഹാരത്തിനകത്ത് ചേർക്കുന്നത് അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കുന്നത്, നമ്മൾ 2 വയസ്സിൽ താഴെ പ്രത്യേകിച്ച് അങ്ങനെ ഉപ്പായിട്ടോ പഞ്ചസാരയായിട്ടോ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഈ കൊടുക്കുന്ന ഭക്ഷണങ്ങളിലെല്ലാം ആവശ്യത്തിന് നാച്ചുറൽ ആയിട്ടുള്ള ഷുഗേഴ്സും നാച്ചുറൽ ആയിട്ടുള്ള ഉപ്പ്, അതായത് സോഡിയവും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ അങ്ങനെ കൂടുതൽ ഉപ്പ് കൊടുത്തോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പഞ്ചസാര കൊടുത്തോ ശീലിപ്പിക്കേണ്ടതില്ല. ലേശം നമുക്കൊരു രുചിക്ക് വേണ്ടി ലേശം ഉപ്പ് ചേർക്കാവുന്നതാണ്. മാഡം, ഈ വെയിറ്റ് കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് പൊതുവെ ജനിച്ച സമയത്ത് തന്നെ വെയിറ്റ് കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആഹാര കാര്യങ്ങൾ എന്തെങ്കിലും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ?
ചില കുഞ്ഞുങ്ങൾ നമ്മളിപ്പം ഈ വെയിറ്റ് കുറവെന്ന് പറയുന്നത് ഇപ്പം മാസം തികയാതെയൊക്കെ പ്രസവിച്ച കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 6 മാസം ആകുമ്പോഴേക്കും കുറുക്ക് രൂപത്തിലുള്ള ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഡെവലപ്മെന്റൽ മെച്യൂരിറ്റി, അതായത് ചിലപ്പോൾ കഴുത്തുറച്ച് കാണത്തില്ല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് താമസിപ്പിക്കാം എന്നുള്ളതല്ലാതെ സാധാരണഗതിയിൽ നമ്മളെല്ലാ കുഞ്ഞുങ്ങൾക്കും 6 മാസം വരെ 6 മാസം മുതൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുത്തു തുടങ്ങുന്നത്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല. നമ്മൾ അതാത് രീതിയിൽ തന്നെ നമ്മൾ കൂടുതൽ ഓവർ ഫീഡിങ്ങും പാടില്ല. ചിലപ്പോൾ നമ്മൾ കുഞ്ഞിന് വെയിറ്റ് കുറവാണെന്ന് വിചാരിച്ച് നമ്മൾ കൂടുതൽ അവരെ ഓവർ ഫീഡ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതിനായിട്ട് നമ്മൾ ഗ്രോത്ത് ചാർട്ടിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ വെയിറ്റ് കുറഞ്ഞു പോകാനും പാടില്ല, നമ്മൾ ഓവർ ഫീഡ് ചെയ്ത് വെയിറ്റ് കൂടി പോകാനും പാടില്ല. ആ രീതിയിൽ നമ്മൾ മോണിറ്റർ ചെയ്ത് ഭക്ഷണം കൊടുക്കുന്നതായിരിക്കും നല്ലത്. മാഡം ഈ പറഞ്ഞ ഗ്രോത്ത് ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടിയ ആ ഒരു ബുക്കാണോ മാഡം ഉദ്ദേശിക്കുന്നത്? അതെ, ആ അമ്മയും കുഞ്ഞും കാർഡ് ഉണ്ടല്ലോ, മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു പേപ്പർ ഉണ്ട്. അതൊരു ഗ്രാഫാണ്. ആ ഗ്രാഫ് നമ്മൾ സത്യത്തിൽ നിർബന്ധമായും പ്ലോട്ട് ചെയ്യണം എന്നാണ്. പക്ഷെ നമുക്കറിയാമല്ലോ, നമ്മളുടെ ആശാ വർക്കർമാരുടെയും ഒക്കെ ഒരു തിരക്കിന്റെ ഭാഗമായിട്ട് പലപ്പോഴും അത് പ്ലോട്ട് ചെയ്യപ്പെടാറില്ല. പക്ഷെ അത് അമ്മമാർക്കോ അല്ലെങ്കിൽ കെയർ ഗീവേഴ്സിന് അവരെ കാണുന്ന ഒരു അവസരത്തിൽ അവരെ കൊണ്ട് വെയിറ്റും ലെങ്തും ഒക്കെ എടുപ്പിച്ച് അതിൽ ഒരു പ്ലോട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഇപ്പൊ മാഡം പറഞ്ഞു വന്നത് ഇപ്പോ പശുവിന്റെ പാലൊക്കെ ആണെങ്കിലും 1 വയസ്സിന് മുമ്പ് കൊടുക്കാം എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഒരു. 6 മാസം കഴിഞ്ഞാൽ നമുക്ക് പശുവിന്റെ പാല് ആവശ്യത്തിന്, കാരണം അമ്മയുടെ പാലുണ്ടല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ 1 ഗ്ലാസ് പശുവിന്റെ പാല് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറുക്കില് വേണമെങ്കിൽ 2 സ്പൂൺ പൊടിയോ അല്ലെങ്കിൽ ലേശം പാലോ ഒഴിക്കാവുന്നതാണ്. പക്ഷെ ചില കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ഇല്ലാത്ത അമ്മമാരുടെ കുഞ്ഞുങ്ങളുണ്ട്, മുലപ്പാല് കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് WHO പറയുന്നത് 2 ഗ്ലാസ് പശുവിന്റെ പാല് വെള്ളം ചേർക്കാതെ കാച്ചി കൊടുക്കാവുന്നതാണ്. അതിനകത്ത് പഞ്ചസാര ഇടാമോ? അതിനകത്ത് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. 1 വയസ്സ് വരെയുള്ള ഒരു കുഞ്ഞിന് ഏകദേശം എത്ര പ്രാവശ്യം ആഹാരം കൊടുക്കണം മാഡം? നമ്മളൊരു 6 മുതൽ 8 മാസം വരെയുള്ള ഒരു കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം 2 മുതൽ 3 തവണയാണ് പറയുന്നത്. അതിനോടൊപ്പം നമുക്ക് മുലപ്പാല് കൊടുക്കാം. പിന്നെ 1 or 2 അഡീഷണൽ സ്നാക്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഈ ചിപ്സോ മിക്സ്ചറോ അങ്ങനെയുള്ള ബേക്കറി സാധനങ്ങളല്ല, നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പോഷകമൂല്യമുള്ള ഭക്ഷണം. അതായത് ഒരു പഴംപൊരിയാകാം, അല്ലെങ്കിൽ ഒരു മുട്ട ചിക്കി തോത്തിയതാകാം, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കുഞ്ഞ് കട്ട് ഫ്രൂട്ട്സ് ആകാം കുഞ്ഞിന് കഴിക്കാൻ പാകത്തിന്. അപ്പൊ അങ്ങനെയുള്ള അഡീഷണൽ സ്നാക്സ് 1 or 2 വട്ടം കൊടുക്കാം. 9 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാക്സിമം 4 നേരം കൊടുത്താൽ മതി. ഈ കൊടുക്കുന്ന എമൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളൊരു 250 ml ബൗളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഒരു വയസ്സിന് താഴെയാണെങ്കിൽ 1/2 ബൗൾ, 1/2 കിണ്ണം എന്നോർക്കുക. 1 വയസ്സിന് മേലെയാണോ 2 വയസ്സിനകത്ത് ആണെന്നുണ്ടെങ്കിൽ 3/4 കിണ്ണം, നമ്മൾ 1/2 കിണ്ണം 3/4 കിണ്ണം എന്നുള്ളത് ഓർക്കുക. ആ രീതിയിൽ 3 or 4 വട്ടം കൊടുക്കാം. 1 or 2 അഡീഷണൽ സ്നാക്സ് കൊടുക്കാം. മുലപ്പാല് കൊടുക്കാൻ മറന്നുപോകരുത്. കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട്സ് ആണോ മാഡം നല്ലത്, അതോ ജ്യൂസ് കൊടുക്കുന്നതാണോ നല്ലത്? ജ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളത് മിക്സിയിൽ അടിക്കുന്നു, പഞ്ചസാര ചേർക്കുന്നു. അപ്പൊ മിക്സിയിൽ അടിക്കുമ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സിൽ നാരടങ്ങിയിട്ടുണ്ട്. ആ നാരുകൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ് മലബന്ധം ഇല്ലാതിരിക്കാൻ. അപ്പൊ ആ നാരെല്ലാം പൊട്ടി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ടായിട്ട് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ആഹാരം കൊടുക്കുന്നതിനോടൊപ്പം നമ്മൾ ഈ പോഷകം കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, കുഞ്ഞിത് പഠിക്കുകയും കൂടാണ്. ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. അപ്പൊ കുഞ്ഞി പല കളറിലുള്ള ഫ്രൂട്ട്സ് എല്ലാം കണ്ടു പഠിക്കുകയാണ്. നമ്മൾ ഗ്ലാസ്സിൽ നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കുമ്പോൾ കുട്ടിക്കൊന്നും മനസ്സിലാകുന്നില്ല, പല കളറിലുള്ള വെള്ളമായിട്ടാണ് അത് കുട്ടി കാണുന്നത്. കുട്ടിയൊന്നും പഠിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞ് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ കാണിച്ചു കൊടുത്ത് കുട്ടിയെ സന്തോഷമായി ആഹാരം കൊടുക്കുമ്പോൾ നമ്മൾ ഐ കോണ്ടാക്ട് വേണം. മീഡിയ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ TV മൊബൈലൊന്നും കാണിച്ചല്ല ഭക്ഷണം കൊടുക്കുവാനുള്ളത്. നമ്മൾ ഐ കോണ്ടാക്റ്റിൽ സന്തോഷമായിട്ട്, ഫോഴ്സ് ഫീഡിങ് പാടില്ല, സന്തോഷമായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കാണിച്ച് അത് എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ രുചി, മണം, ഗുണം ഇതെല്ലാം കുട്ടി കണ്ട് മനസ്സിലായി വേണം ഭക്ഷണം കഴിക്കാൻ. മാഡം കുറെ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളുടെ ഈ ഒരു പ്രായത്തില്? നമ്മൾ ഈ പ്രായത്തിലെന്നല്ല, പലപ്പോഴും നമ്മൾ ബേക്കറി സാധനങ്ങൾ, ഈ ഹോട്ടലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം, ബേക്കറി സാധനം, ജങ്ക് ഫുഡ്, ഒരുപാട് പഞ്ചസാര, ഹൈ ഫാറ്റ്, ഹൈ ഷുഗർ, ഹൈ സോൾട്ട്, അപ്പം അങ്ങനെയുള്ള ഭക്ഷണം, ട്രാൻസ് ഫാറ്റ് കലർന്ന പലപ്പോഴും ബിസ്ക്കറ്റ്സ് ഒക്കെ അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിയുന്നതും കുഞ്ഞുങ്ങൾക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നതിൽ തെറ്റില്ല. മാഡം ഒരുപാട് സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനിയും ഇതുപോലെയുള്ള സെഷൻസുമായിട്ട് മാഡത്തിനെ കാണാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു മാഡം.